ക്രിസ്തുമസ് അവധി ദിവസങ്ങൾ വരാറായി. അതോടൊപ്പം തന്നെ മികച്ച ഹൈപ്പുള്ള സിനിമകളും തിയേറ്ററിൽ എത്തുന്നു. ചിത്രങ്ങളുടെ അഡ്വാൻസ് ബുക്കിംഗ് എല്ലാം ആരംഭിച്ചതാണ്. സലാർ ഡിസംബർ 22-ാം തീയതിയാണ് തിയേറ്ററിൽ എത്തുന്നത്. ഈ ഒരു ചിത്രം ഗംഭീരമായിട്ടാണ് അഡ്വാൻസ് ബുക്കിംഗ് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് നേടിയിട്ടുള്ളത്. ഏകദേശം 1.5 കോടിക്ക് മുകളിൽ തന്നെ ഈ ഒരു ചിത്രം ഇതിനോടകം തന്നെ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം കേരളത്തിൽ നിന്ന് കളക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞു. അതുപോലെ നേര് സിനിമ തിയേറ്ററിൽ എത്താൻ വേണ്ടി പോവുകയാണ്. ഡിസംബർ 21-നാണ് ഈ ഒരു ചിത്രം തിയേറ്ററിൽ എത്തുന്നത്. നേര് എന്ന് പറയുന്ന സിനിമയും നല്ല രീതിയിലുള്ള അഡ്വാൻസ് ബുക്കിംഗ് തന്നെയാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. 40 ലക്ഷത്തോളം രൂപ ഇതിനോടകം തന്നെ നേടാൻ ഈ ഒരു ചിത്രത്തിന് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ സാധിച്ചു. എന്നാൽ നേര് റിലീസായി തൊട്ടടുത്ത ദിവസമാണ് സലാർ തിയേറ്ററിൽ എത്തുന്നത്. എന്നിട്ടും നേരിനേക്കാൾ കൂടുതൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ 3 ഇരട്ടിയോളം കളക്ഷൻ നേടിയെടുക്കാൻ സലാറിന് കേരളത്തിൽ നിന്ന് സാധിച്ചു. അതിനുള്ള പ്രധാന കാരണം KGF എന്ന ചിത്രത്തിന് ശേഷം പ്രശാന്ത് നീൽ സംവിധാനം ചെയ്യുന്ന സിനിമ, അതോടൊപ്പം തന്നെ ബാഹുബലിയിലെ നായകൻ പ്രഭാസ് ഈ ഒരു ചിത്രത്തിൽ നായകനായിട്ടെത്തുന്നു. അതും കൂടാതെ മലയാളത്തിൽ നിന്നും പൃഥ്വിരാജ് ഈ ഒരു ചിത്രത്തിൽ ശ്രദ്ധേയമായ വേഷം ചെയ്യുന്നു. ഇതൊക്കെയാണ് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ നേരിനെ ബഹുദൂരം പിന്നിലാക്കാൻ സലാർ എന്ന ചിത്രത്തിന് സാധിച്ചത്. പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയാൽ നേരും വളരെ വലിയ രീതിയിലുള്ള കളക്ഷൻ നേടും. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനോജിന.